ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ആയാലോ? കേൾക്കുന്നവന് സിമ്പിളാണെങ്കിലും ഉണ്ടാക്കുന്നവർക്ക് അത്ര സിമ്പിളല്ല കേട്ടോ. അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ഉള്ളി, തക്കാളി ചെറുതാക്കിയൊന്നും അരിയേണ്ട, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞ് അതിലേക്ക് തൈര്, ചെറുനാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് കഴുകി വെച്ച ചിക്കനും ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. കഴുകിയ അരി ഒന്ന് ഊറ്റി വെച്ച് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം വറുത്ത് കോരി അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് അരിയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം, വറ്റിച്ചെടുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ബിരിയാണി മസാല അതും കൂടെ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ച് അതിൻ്റെ മേലെ ഒരു ഇല വെച്ച് അതിലേക്ക് ചോറ് കോരിയിടാം. അപ്പോൾ ലെയറായിട്ട് ചോറിട്ട് അതിൻ്റെ മേലെ മല്ലിയില, പുതിന ഇല, പിന്നെ കുറച്ച് പൊടി, മസാലപ്പൊടി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ട് കുറച്ച് RKG കൂടി ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് ഒരൊറ്റ വിസിൽ പുറത്ത് പോവാതെ, എയർ പുറത്ത് പോകാൻ സമ്മതിക്കണ്ട കേട്ടോ, എയർ പുറത്ത് പോവാതെ ഒറ്റ വിസിൽ വരുത്താം. അതിനുശേഷം അത് മുഴുവൻ എയർ പോയതിന് ശേഷം ഒഴിവാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിലപ്പം കുറച്ച് വെള്ളം അടിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ചാൽ നിങ്ങൾ വറ്റിച്ചോളൂ. പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്തായാലും കാണാൻ അടിപൊളിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ്. നമ്മളുണ്ടാക്കുന്ന